പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. ഡിയർ ടീച്ചേഴ്സ്, മാഗസിൻ്റെ നിർമ്മാണത്തിനായി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് മലയാളം എഡിറ്റർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ മലയാളം എഡിറ്ററിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അതായത് മാഗസിൻ ഉണ്ടാക്കുന്നതിന് നമ്മൾ പേജുകൾ സെറ്റ് ചെയ്യുന്നത് ഈ മലയാളം എഡിറ്ററിലൂടെയാണ്. അപ്പോഴും ഞാൻ മലയാളം എഡിറ്റർ ടച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തും. ഒന്നും ചെയ്യേണ്ട, അങ്ങ് എത്തിക്കോളും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ മലയാളം ഇമേജ് എഡിറ്റർ എന്നും തൊട്ട് താഴെ പേജസ്, പബ്ലിക്, മൈ വർക്ക്സ്, ഫേവറേറ്റ് ഇത്രയും കാണാം. അതിൽ മൈ വർക്ക്സിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകൾ സേവ് ചെയ്താൽ കിടക്കുന്നത് മൈ വർക്ക്സിലാണ്. അത് ശ്രദ്ധിക്കുക. നമ്മൾ വർക്കുകൾ സേവ് ചെയ്യുമ്പോൾ മാത്രം മൈ വർക്ക്സിൽ കാണാൻ കഴിയും. ഇനി ചെയ്യേണ്ടത്, നമ്മൾ പുതിയ മാഗസിൻ്റെ ഒരു പേജ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെയുള്ള ഈ പേജിൽ ഏറ്റവും താഴെയുള്ള ആ പ്ലസ് ബട്ടണിൽ ഏറ്റവും താഴെ വലത് ഭാഗത്തായിട്ട് കിടക്കുന്ന പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഒരു പേജിലേക്ക് പോകും. അവിടെ ഏറ്റവും മുകളിൽ ബ്ലാങ്ക് ലേഔട്ട് എന്ന് പറഞ്ഞ് 2-3 കിടപ്പുണ്ട്. 3 ടൈപ്പ് കിടപ്പുണ്ട്: പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ. അതിൽ നമുക്ക് മാഗസിൻ നിർമ്മിക്കാൻ ആവശ്യം പോർട്രേറ്റ് ആണ്, അതായത് ഫസ്റ്റിൽ കിടക്കുന്നത്. മറ്റേത് ആൽബത്തിലാണ് മറ്റേത് നല്ലത്. നമുക്കിപ്പം തൽക്കാലം പോർട്രേറ്റ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, മാഗസിൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പോർട്രേറ്റ് എടുത്താൽ പോർട്രേറ്റ് തന്നെ എടുക്കുക. ലാൻഡ്സ്കേപ്പ് എടുത്താൽ ആ മാഗസിൻ ഉണ്ടാക്കാൻ ലാൻഡ്സ്കേപ്പ് തന്നെ എല്ലാ പേജസും, എങ്കിലേ അത് സെറ്റ് ആവുള്ളൂ. നമ്മൾ PDF ആക്കുമ്പോഴൊക്കെ ആ പേജിന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് എടുക്കുന്നെങ്കിൽ ഫുള്ള് ലാൻഡ്സ്കേപ്പ് എടുക്കുക. പോർട്രേറ്റ് എടുക്കുന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാഗസിനിലെ എല്ലാ പേജുകളും പോർട്രേറ്റ് എടുക്കുക. ഇപ്പം തൽക്കാലം ഞാൻ പോർട്രേറ്റ് എടുത്തത് കൊണ്ട് എനിക്കതാണ് സൗകര്യം എന്നുള്ളത് കൊണ്ട് ഞാൻ പോർട്രേറ്റ് എടുക്കുന്നു. പോർട്രേറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ആഡ് ടെക്സ്റ്റ്, ആഡ് ഇമേജ് എന്നും പറഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും. അപ്പം ഈ ലിസ്റ്റ് ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കറിയാം ആഡ് ടെക്സ്റ്റ്, ഇതിനകത്ത് എല്ലാം ഒന്നും വേണ്ട. നമുക്ക് മാഗസിൻ ഉണ്ടാക്കാൻ ഇതിനകത്ത് എല്ലാം ഒന്നും വേണ്ട. അപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മതി. ഡിയർ ടീച്ചേഴ്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് വന്നു നിന്നത്. ഇനി ഇവിടെ നമുക്ക് മാഗസിൻ നിർമ്മാണത്തിനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ ആഡ് ടെക്സ്റ്റ്, തൊട്ട് താഴെ ആഡ് ഇമേജ്, താഴേക്ക് വരുമ്പോൾ ക്ലിപ്പ് ആർട്സ്, ബാക്ക്ഗ്രൗണ്ട്. ഇതിത്രയും നമുക്ക് അത്യാവശ്യമായിട്ട് ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ആഡ് ടെക്സ്റ്റിലോട്ട് പോകുന്നു. ആഡ് ടെക്സ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം തൊട്ടടുത്ത പേജിലേക്ക് വന്നു. എന്താണ് അവിടെ കാണുന്നത്? ക്യാൻസൽ, മലയാളം, ഡൺ. ഈ മലയാളത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആരോ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഞാൻ ടച്ച് ചെയ്തു. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും വന്നു. മലയാളം ടൈപ്പിംഗ് വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ അതിൽ ടച്ച് ചെയ്യാം. പക്ഷേ എന്തായിരുന്നാലും നമ്മുടെ കീബോർഡും കൂടി സപ്പോർട്ട് ചെയ്യണം. അതായത് എനിക്ക് മംഗ്ലീഷ് കീബോർഡാണ്, ചിലർക്ക് മലയാളം ഹാൻഡ് റൈറ്റിംഗ് കാണും എഴുതുന്നത്, കീബോർഡ് പോലെ വെച്ച് എഴുതുന്നത്. അതായാലും മതി. എനിക്ക് മലയാളം മംഗ്ലീഷ് കീബോർഡ് ആയതുകൊണ്ട് എനിക്ക് മലയാളം അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ടച്ച് ചെയ്യുന്നു. മലയാളത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം മലയാളത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മാഗസിൻ നിർമ്മാണത്തിന് ആശംസ എഴുതാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ആശംസ എഴുതുകയാണ്. ആശംസ ഓക്കെ, ആശംസ എന്നെഴുതി ഡൺ. ഏറ്റവും മുകളിൽ വലതുവശത്ത് ഏറ്റവും മുകളിൽ ഡൺ കൊടുത്തപ്പോൾ ആശംസ ഇതുപോലെ വന്നു. നിങ്ങൾക്കവിടെ കാണാം സൈഡിൽ 4 സ്ക്വയറുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നീല കളറും ഉണ്ട്. ഇനി ആ ആശംസ എന്നെഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് ആശംസ എന്നെഴുതിയിരിക്കുന്നത് എവിടെയാണോ ആ ആശംസയിൽ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും. അതായത് ഏറ്റവും മുകളിൽ ആശംസ വേണമെങ്കിൽ അവിടെ വെക്കാം, മധ്യത്ത് വേണമെങ്കിൽ അവിടെ വെക്കാം, സൈഡിൽ വെക്കാം, താഴെ വെക്കാം, ലെഫ്റ്റ് സൈഡിൽ വെക്കാം, എവിടെ വേണോ വെക്കാം.
ഓക്കെ, ആശംസ നമുക്ക് വേണ്ട ഏറ്റവും മുകളിലായതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ആശംസ സെലക്ഷൻ വന്ന് നിൽക്കുകയാണ്. സെലക്ഷൻ അതായത് നമ്മൾ ഈ മലയാളം എഡിറ്റർ പഠിക്കുമ്പം സെലക്ഷൻ വന്ന് നിൽക്കുന്നതാണ്. ഈ 4 സ്ക്വയറോട് കൂടി അടിഭാഗത്ത് ഒരു ലൈറ്റ് നീല കളറോട് കൂടി നിൽക്കുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസ് താഴെ കിട്ടുള്ളൂ. ഈ ഓപ്ഷൻ താഴെ കിട്ടണമെങ്കിൽ ഇപ്പം ഞാൻ വെളിയിലൊന്ന് ടച്ച് ചെയ്തപ്പോഴാണ് ഇതങ്ങ് പോയത്. ഇനി ഞാൻ ആശംസയിൽ ഒന്നും കൂടെ ടച്ച് ചെയ്താൽ അത് വരും. വീണ്ടും ഞാൻ വെളിയിൽ ടച്ച് ചെയ്യുമ്പോൾ അതങ്ങ് പോയി. വീണ്ടും ആശംസയിൽ ഒന്നും കൂടെ ടച്ച് ചെയ്യുമ്പോൾ അത് വന്നു. വീണ്ടും പുറത്ത് ടച്ച് ചെയ്യുമ്പോൾ അത് പോയി. കണ്ടോ? അപ്പോൾ ആശംസയിൽ നമുക്ക് സെലക്ഷൻ കൊടുക്കണമെങ്കിൽ സെലക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസിൽ എന്തും ചെയ്യാൻ പറ്റൂ. നമുക്ക് കാണാം ആശംസ നമ്മുടെ പേജിൽ കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പം അതിനെ കുറച്ചും കൂടെ ഉയർത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ സെലക്ഷൻ നിൽക്കുന്നുണ്ടല്ലോ 4 സ്ക്വയർ, അതിൽ താഴത്തെ സ്ക്വയറിൽ ഒന്ന് ടച്ച് ചെയ്യുക, മുകളിലേക്കൊന്ന് നീക്കുക. അപ്പോൾ ആശംസ ഒന്നും കൂടെ കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കും. ഓക്കെ, ഇനി പുറത്ത് ടച്ച് ചെയ്താൽ ഇനി നമുക്ക് ആശംസയെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. എങ്കിൽ ആശംസയിൽ വീണ്ടും നമ്മൾ ടച്ച് ചെയ്താൽ അവിടെ സെലക്ഷൻ വന്നു. സെലക്ഷൻ വരുമ്പോഴാണ് ആ ഓപ്ഷൻ താഴെ വരുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്താണ് ചേഞ്ച്? ഈ ഓപ്ഷനിലെ ഫസ്റ്റ് കാര്യം ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ആശംസ എന്നല്ലായിരുന്നു എനിക്ക് വേണ്ടത്, ആശംസകളോടെ എന്നായിരുന്നു വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ആ പേജിലെത്തി. ആശംസകളോടെ കണ്ടോ? ഡൺ കൊടുത്തു. കണ്ടോ? ആശംസകളോടെ അവിടെ വന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ചിലപ്പം ഇങ്ങനെ ആയിരിക്കും വരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് ഇങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ? ഇത് കണ്ടോ? വ്യത്യാസം കണ്ടോ? അപ്പം ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയാൽ നമുക്ക് നന്നായിട്ട് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അവിടെ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് അവിടെ വരുത്താൻ പറ്റും. ഇനി അടുത്തത് ഫോണ്ടാണ്. എന്താണ് ഫോണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഇത്രയും ഫോണ്ടുകളുണ്ട് മലയാളത്തിൽ, ഒരുപാടുണ്ട്. അത് റീസെൻ്റ്ലി കിടക്കുന്നതാണ്. തൊട്ടിപ്പുറത്ത് ഇൻബിൽറ്റിൽ ഇതേപോലെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ആശംസകളോടെ ഒരു നല്ലൊരു ഫോണ്ട് ഞാൻ എടുക്കുവാണ്. ആശംസകളോടെ കണ്ടോ? അവിടെയും ആശംസകളോടെ അടയാളം മാത്രമേ ഒന്നുള്ളൂ, ഡാ കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ചും കൂടെ നീട്ടി വെച്ചു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയായി. ഇതാണ് ഫോണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കളറും കൂടെ പഠിപ്പിച്ച് ഈ വീഡിയോ നിർത്തിയേക്കാം. ഇനി ഈ കളറിൻ്റെ സെക്ഷനിൽ നോക്കിയേ, മിഡിലുള്ള നാരോ ആയിട്ടുള്ള ഒരു കളർ ബാൻഡ് ഉണ്ട്. അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് കണ്ടോ? ഒരു കുഞ്ഞ് കഴ്സർ അവിടെ കാണാം. കണ്ടോ? ആരോ പോലെ. നമുക്ക് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് നോക്കി വലിയ ബാറിൽ വരുന്ന മാറ്റം കണ്ടോ? അപ്പോൾ എനിക്ക് വേണ്ടത് നീല കളറാണ്. അപ്പോൾ നീലയിൽ അവിടെ ഞാൻ കൊണ്ടുവച്ചു. ഈ നീലയിൽ തന്നെ അവിടെ സെലക്ഷൻ ആവത്തില്ല. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന്, അതായത് വലിയ ബാറുണ്ടല്ലോ, അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ലൈറ്റ് നീല കൊടുത്തു. ലൈറ്റ് നീല ഉള്ള ഭാഗത്ത് ഞാനൊന്ന് ടച്ച് ചെയ്തു. അപ്പോൾ അവിടെ സർക്കിൾ വന്നാൽ കണ്ടോ? ആ സർക്കിൾ എവിടെ വരുന്നോ അവിടെയാണ് താഴെ വരുന്നത്. കണ്ടോ? താഴെ ഒരു റെക്റ്റാങ്കിളിൽ അത് വന്നാൽ കണ്ടോ? ഇനി അവിടെ താഴെ ഓക്കെ കൊടുക്കുമ്പോഴേ നമ്മുടെ നമ്മുടെ ടെക്സ്റ്റിന് അവിടെ ഈ കളറ് ആയി കിട്ടും. ഓപ്ഷനിൽ ഷാഡോ നമുക്ക് പരിചയപ്പെടാം. ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 തരത്തിലുള്ള ഓപ്ഷൻസാണ് നമുക്ക് വന്നത്. അതിൽ ഏറ്റവും മുകളിൽ ആ ഗ്രീൻ കളർ റൗണ്ടിനെ ഒന്ന് വലത്തോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? ഷാഡോ വന്നാണ്. ഷാഡോ മീൻസ് നിഴൽ. കണ്ടോ? അതിൻ്റെ നിഴൽ എങ്ങനെ വരുന്നതെന്ന് നോക്കി. കണ്ടോ? അതുപോലെ തൊട്ട് താഴെ കണ്ടോ? ഇതൊന്നും ചെയ്ത് കുളമാക്കാതിരിക്കുന്നതാണ് നല്ലത് മാഗസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അവരവരുടെ ഇഷ്ടമാണ് മാഗസിൻ്റെ പേജ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവരവരുടെ മനസ്ഥിതി പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തോളൂ. ഇനി ഷാഡോ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലോട്ട് ആ 3 ഗ്രീൻ ബട്ടണും പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇവിടെ കയറിയതുപോലെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് സൈസ് ഓർ സ്ട്രോക്ക്. ഇവിടെ നോക്കിയേ, ആദ്യം ഫസ്റ്റിൽ സ്ട്രോക്ക് കൊടുക്കുവാണേ. കണ്ടോ? നമുക്ക് സ്ട്രോക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി സ്ട്രോക്ക് വേണ്ട, ഞാൻ തിരിച്ചു വന്നേ. ഇനി അടുത്തത് ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റിൻ്റെയും സൈസാണ്. ഓരോ അക്ഷരങ്ങളുടെയും വലിപ്പം. ഓക്കെ,
കണ്ടോ, വലിപ്പം കൂട്ടുന്നു കുറയ്ക്കുന്നു, മനസ്സിലായില്ലേ? ഇനി കുറയ്ക്കാനും പറ്റും, കണ്ടോ, ചെറുതാക്കാം, മനസ്സിലായില്ലേ? അപ്പം ഇത് നമുക്ക് ടെക്സ്റ്റ് ഒരുപാട് കുഞ്ഞുങ്ങളുടെ സൃഷ്ടികൾ ഒരുപാട്, ഇതിപ്പോൾ ഒരു വേർഡ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കുഞ്ഞുങ്ങളുടെ സൃഷ്ടികൾ ഒരുപാട് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി തൊട്ടടുത്തത് ടെക്സ്റ്റ് ഫ്ലോ. ടെക്സ്റ്റ് ഫ്ലോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഏറ്റവും മുകളിൽ അണ്ടർലൈൻ, നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. കണ്ടോ, അണ്ടർലൈൻ ചെയ്യുന്നത് വേറെ കളറിൽ അണ്ടർലൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഏതാണോ നമ്മൾ ടെക്സ്റ്റിന് കൊടുത്തിരിക്കുന്ന കളറ് അതിൽ മാത്രമേ കളർ ചെയ്യാൻ, ആ ഒരു രൂപത്തിൽ അണ്ടർലൈൻ ചെയ്യാൻ പറ്റൂ, ആ ഒരു കളറിൽ അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ പോയി. തൊട്ടപ്പുറത്ത് സ്ട്രൈക്ക് ത്രൂ, നമുക്ക് വെട്ടണമെങ്കിൽ വെട്ടാം. ഓക്കെ, നമുക്ക് ആശംസകളോടെ എന്ന് നമുക്ക് വേണ്ട എന്നുള്ള രൂപത്തിലാണെങ്കിൽ വെട്ടാം. അത് അങ്ങനെ ഒരു വെട്ടൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റാം. പിന്നെ നമ്മൾ ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്നു, ലെഫ്റ്റിൽ വന്നു, സെൻറ്ററിൽ വന്നു, റൈറ്റിൽ പോയി, ടോപ്പിൽ പോയി, സെൻറ്ററിൽ വന്നു, ബോട്ടത്തിൽ വന്നു. മനസ്സിലായോ? അപ്പം നമ്മൾ ഓരോന്നിലും ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റം നമുക്കവിടെ കാണാൻ പറ്റും. ഇനി തൊട്ട് താഴെ ലൈൻ സ്പേസ് ആണ്. ഇവിടെ നമുക്ക് അത് ഒരു വേർഡേ ഉള്ളതുകൊണ്ട് നമുക്ക് ലൈൻ സ്പേസ്, ലൈൻ മീൻസ് വരികൾ അല്ലേ, വരികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൃഷ്ടികളെടുത്ത് ഇതിനകത്ത് വെക്കുമ്പോൾ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ വരികളുടെ അകലം കൂട്ടാൻ കുറയ്ക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഇപ്പോഴും നമുക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇതിപ്പം ഇപ്പം അത് നീക്കിയാലും നമുക്ക് വലിയ ഇത് കാണാൻ പറ്റത്തില്ല, കാരണം ഇവിടെ വരികളില്ല, ഒറ്റ വേർഡേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ലെറ്റർ സ്പേസ് ആണ്. ലെറ്റർ സ്പേസ് നമുക്ക് ചെയ്യാം, കാരണം ഓരോ ലെറ്ററിൻ്റെ ഇടയ്ക്കും സ്പേസ് വരുന്നതാണ്. കണ്ടോ, ഓരോ അക്ഷരത്തിനിടയ്ക്കും സ്പേസ് കൂട്ടാനും കുറയ്ക്കാനും. കണ്ടോ, ഇനി അടുത്തത് തൊട്ട് താഴെ കർവിങ്. ഇത് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു വാക്കായതുകൊണ്ട് നമുക്ക് ഇത് നല്ല രസമായിരിക്കും ഈ വേർഡിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ സൃഷ്ടികളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ ഈ കർവിങ്ങിൽ കൈകൊണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ സൃഷ്ടികളെല്ലാം കൂടെ ഇതേപോലെ വളഞ്ഞ് എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റത്തില്ല. അത് തിരിച്ചു കൊണ്ടുവരാനും ഉള്ള മാർഗം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ താഴെ ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക, സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക, ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയുക, വീണ്ടും കുട്ടികളുടെ സൃഷ്ടി ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ടെക്സ്റ്റ് ഫ്ലോയിൽ തൊട്ട് കർവിങ്ങിൽ തൊടുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് നോക്കിയാൽ, ഇപ്പോൾ ഇത് ഒന്ന് ആശംസ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ഞാനൊന്ന് ടെക്സ്റ്റ് ഫ്ലോയിൽ കർവിങ് ചെയ്യണം. കേട്ടോ, നല്ല രസമാണത്, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ആശംസകളോടെയൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടം വരെയാണ് എത്തി നിന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മോറും കൂടെയാണ് ഇതിൽ പഠിക്കേണ്ടത്. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ യൂസ് സോളിഡ് കളർ, യൂസ് ഗ്രേഡിയൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. അവിടെ യൂസ് സോളിഡ് കളറിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. അപ്പോഴിത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ആ മധ്യത്ത് കാണുന്ന നാരോ ബാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെറിയ ആരോ കൈകൊണ്ട് നീക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്കവിടെ കാണാം. ഞാനവിടെ ആ പിങ്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു, അവിടെ ഇങ്ങനെ വന്നു അല്ലേ, ഇങ്ങനെ വന്നു. ആ ബാക്ക്ഗ്രൗണ്ട് ഈ കളറായി. ഓക്കെ, ഇനി അടുത്തത് യൂസ് ഗ്രേഡിയൻറ്റ്. എനിക്ക് ഈ കളറ് മതി. അങ്ങനെയാണെങ്കിൽ താഴെ നോക്കിയേ, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അതിൽ എനിക്ക് 2 മതി. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ ആശംസകളോടെ അങ്ങനെ വന്നു. യൂസ് പാറ്റേൺ. ഇവിടെ കുറേ പാറ്റേൺ ഉണ്ട്, അതിൽ ഞാൻ വയലറ്റ് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, അടുത്തത് യൂസ് പാറ്റേണിൽ തന്നെ ഇതെനിക്ക് വേണ്ടെങ്കിൽ ആ താഴോട്ടുള്ള ആരോയിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറച്ച് കളറ് കിട്ടും. കണ്ടോ, അതിൽ ഞാൻ പിങ്ക് സെലക്ട് ചെയ്യാണ്. ഈ പിങ്കിൽ 8 എണ്ണം ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ അത് വന്നു. ഇനി പിക്ക് ഫ്രം എഡിറ്റർ. പിക്ക് ഫ്രം എഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ കളറ് ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഞാനിപ്പോൾ നീല കളർ സെലക്ട് ചെയ്താൽ കണ്ടോ, താഴെ നീല ബാറ് വന്നു. ഓക്കെ കൊടുത്താൽ കണ്ടോ, ആശംസകളോടെ കാണാൻ പോലും ഇല്ല. കാരണം എന്താണ്, രണ്ടും നീലയായിപ്പോയി അല്ലേ. ഇതൊന്നും വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസ്പാരൻറ്റ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ബാക്ക്ഗ്രൗണ്ട് കളറിൽ നമുക്ക് അറിയാനുള്ളത്.
ഇനി വേറൊരു കളറും കൂടെ ഉണ്ട്, അത് പറഞ്ഞുതരാം. അത് ഏറ്റവും താഴെ നോക്കി. അപ്പം അവിടെ നമുക്ക് സെലക്ഷൻ വേണ്ടാതെ ഈ പേജ് ഫുള്ള് നമുക്ക് എന്താക്കാനാണ്, കളർ കൊടുക്കാനാണ്. അപ്പോൾ സെലക്ഷൻ വേണ്ട. സെലക്ഷൻ ഇല്ലാതിരിക്കുമ്പോഴേ നമുക്ക് താഴെ എഡിറ്റർ ബി ജി വരുള്ളൂ. അപ്പോൾ എഡിറ്റർ ബി ജി താഴെ, അതായത് മൂന്നാമത് കിടപ്പുണ്ട്, ന്യൂ ലെയർ സൈസ് എഡിറ്റർ ബി ജിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസ് ട്രാൻസ്പാരൻറ്റ് കളർ, യൂസ് പാറ്റേൺ, അവിടെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ യൂസ് ഗ്രേഡിയൻ്റ് എടുക്കുന്നു. എനിക്ക് ഈ കളർ മതി, അതിലെനിക്ക് 2 മതി. അതിൽ ഞാൻ ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, പേജ് ഫുള്ള് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും ഇത് വേണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ പോകുന്നു. എന്നിട്ട് യൂസ് ഡീഫോൾട്ട് കളർ, അപ്പോൾ തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് കളർ മാറ്റാൻ കഴിയും. അപ്പോൾ യൂസ് ബി ജി ഒന്ന് ഫുള്ള് യൂസ് ഗ്രേഡിയൻറ്റോ എന്തെങ്കിലും എടുത്ത് ഒന്ന് കളർ ഫുള്ള് മാറ്റി ഓക്കെ കൊടുത്ത് ഇതുപോലെ പേജിനെ മാറ്റാൻ പറ്റും.